അപ്പോൾ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം എൻ്റെ ഫോൺ കേടായിരുന്നു. ഒരു ഫോൺ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനോ അല്ല വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്നു എമർജൻസി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അത് നല്ല കുറേ ദിവസം കൊണ്ട് ഞാൻ ഒത്തിരി ഡിസ്റ്റർബ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ട് വന്നൊരു മുയലും കുഞ്ഞുണ്ടായിരുന്നു. അതിനെ പൂച്ച പിടിച്ച് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ അതിന് ചോറ് കൊടുത്തിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മുടെ അപ്പുറത്തോട്ട് പോയതായിരുന്നു, കുടിക്കാനുള്ള വെള്ളം. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ആഹാരം കഴിക്കുന്നത്. അപ്പം ഞാൻ കഴിക്കുമ്പോൾ അവൻ എൻ്റെ പ്ലേറ്റിനകത്ത് ഒന്ന് തലയിടണം, അത് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ഞാൻ വെള്ളം എടുക്കാനായിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് അടുക്കളയുടെ അതുവഴി വന്ന് അവനും അവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അവൻ കഴിച്ചെടുത്തു നിന്നായിരുന്നു അവനെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പം ഞാൻ വെള്ളം എടുത്തപ്പോഴേക്കും എന്തോ ഒരു ഇതുപോലെ നമുക്ക് അടുക്കളയിൽ എന്തോ ഒരു ഇതുപോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ഓടി വന്ന് നോക്കിയപ്പം അവനിങ്ങനെ പൊക്കിക്കൊണ്ട് മേളിലോട്ട് കയറാൻ നോക്കുമായിരുന്നു. അപ്പോൾ അവന് ജീവനുണ്ടായിരുന്നു, കടിച്ചൊന്നും കീറിയൊന്നുമില്ലായിരുന്നു. നെക്കിനിങ്ങനെ പിടിക്കുമായിരുന്നു. പെട്ടെന്ന് താഴെ വീണു. എനിക്കൊന്നും അങ്ങനെ താഴെ വീണുകൊണ്ടായിരിക്കും കുഞ്ഞ് പെട്ടെന്ന് പോയത്. കാരണം ഞാൻ എടുത്തപ്പം ജീവൻ ഉണ്ടായിരുന്നു, എൻ്റെ കൈ കിടന്നായിരുന്നു അവൻ പോയത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ അൺകോൺഷ്യസ് വരെയായി. പിറ്റേ ദിവസം അവൻ കിടന്ന സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എനിക്കത് ഇപ്പോഴും ഓർമ്മ ഭയങ്കര സങ്കടം. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഇതില്ലേ, ആ ഒരു അവസ്ഥയാണ്. പെറ്റിനെ വളർത്തുന്നവർക്കറിയാം അവരെന്തുമാത്രം സ്നേഹിച്ചാണ് വളർത്തുന്നത്. പ്രത്യേകിച്ച് എന്നെപ്പോലെ മക്കളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അതിനുശേഷം മക്കളൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വളർത്തുന്ന പെറ്റിനെ നമ്മൾ അതുപോലെ സ്നേഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ അവന് ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ തന്നെ ഒരു ആയയുടെ വീട്ടിൽ നിന്നായിരുന്നു അതിനെ കൊണ്ടുപോകും. അപ്പം അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, 10, 20, 25 മേളിൽ മുയലും കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഇവനെ പ്രസവിച്ച സമയത്ത് 6 or 7 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം അതിലുള്ള ഒരുത്തനെ തന്നെയാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. അപ്പം അവന് 1 വയസ്സ് കഴിഞ്ഞ് 1 വയസ്സിൽ കൂടുതലുണ്ട്. അപ്പൊ അവനെ കൊണ്ടുവന്ന് അവനെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കണല്ലോ. കാരണം അത് കുഞ്ഞായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതിനെ വളർത്തിക്കൊണ്ട് വരാം. പക്ഷെ ഇച്ചിരി വലുതായി കഴിയും പിന്നെ അതിനെ നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിക്കൊണ്ട് വരാൻ, നമ്മുടെ റൂമിന്റെ അനുസരിച്ച് അതിനെ കൊണ്ടുവരാനൊക്കെ ഇച്ചിരി ഇതുണ്ട്, വളർത്തുന്നവർക്കറിയാമല്ലോ. അപ്പൊ അതിന് ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാനുമായിട്ട് നേരത്തെ ഇണക്കം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ അതിന്റെ അപ്പുറത്ത് തന്നെ ബിൽഡിങ്ങിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അവിടെ പോവുക ചെയ്യും. ഞങ്ങളുടെ ചിക്കു ഉണ്ടായിരുന്ന സമയത്ത് അവനെ ഞാൻ അവിടെ കൊണ്ടുവന്ന് അവരുടെ കൂട്ടത്തിൽ വിടുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മുയലും കുഞ്ഞായിട്ട് എനിക്ക് നല്ല ഇണക്കമൊക്കെ. അതുകൊണ്ട് ഇണങ്ങുന്ന കാര്യത്തില്ല, പക്ഷെ നമ്മുടെ റൂമുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിൽ ഒരിതുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളും അവരെന്ത് കൊടുക്കും, അവര് കഴിക്കുന്ന എല്ലാ ആഹാരവും കൊടുക്കും. പക്ഷെ ഞാൻ ഇച്ചിരി സെലക്റ്റഡ് ആയിരുന്നു ഫുഡിന്റെ കാര്യത്തില്. ഞാൻ കഴിക്കുന്ന ചോറും ദാലും ഒക്കെ കൊടുക്കുമായിരുന്നു, പക്ഷെ അത് കൊടുക്കുന്ന അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളായിരുന്നു. പിന്നെ ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് കൊടുത്താലും കഴിക്കും, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവനെ കൊണ്ടുവന്ന് ട്രെയിനൊക്കെ ചേച്ചി ഇപ്പൊ ഞാനുമായിട്ട് നല്ലപോലെ ആണെങ്കിൽ അവന്റെ പേര് കാരു എന്നാണ്. ഞാനൊന്ന് കാണിക്കാവേ. ഞാൻ അവനെ കൂട്ടിനകത്തിട്ടേക്കാണ്, കാരണം അവന് ഭയങ്കര കളിയാണ്. അവന്റെ കൂടിന്റെ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്റെ കാലയിലൊക്കെ കടിച്ചും പിടിച്ചും ഒക്കെ അവനിങ്ങനെ ഭയങ്കര കളിയായിരിക്കും. അപ്പൊ ഞാൻ അവനെ എടുത്ത് കാണിക്കാവേ. ഹലോ, ഇതാണ് കാരു കേട്ടോ. ഇത് അവനെ പോലെ തന്നെയാണ്, ഇച്ചിരി കുരുത്തക്കേടൊക്കെയാണ്, അവനെ പോലെ തന്നെയാണ്. കാരു ഇങ്ങോട്ട് നോക്കി, ഇതാണ് കാരു. ഇന്ന് ഞാൻ അവന് നേരെ കയ്യെ കയറി കടിച്ചു. ഇതാണ് അവന്റെ സ്വഭാവം, പിടിക്കാൻ ചെന്ന് അന്നേരം കയറി കടിക്കും. ഇതാണ് കാരു. ഇനി ഞാൻ വീഡിയോ ചെയ്യുന്ന എന്റെ കാരുമായിട്ടായിരിക്കും. അപ്പൊ ഇവനെയും വിടാം, കൂടുതൽ നേരം കയ്യിലിരുന്നില്ല. ചിലപ്പോ അവനിപ്പോ കളിക്കുന്ന മൂഡിലാണ്, അപ്പൊ അവൻ കയറി കടിക്കും.